ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു ബർത്ത്ഡേ മിനി വ്ളോഗാണ്. ദിസ് ഈസ് മൈ 18th ബർത്ത്ഡേ. ബട്ട് നമുക്ക് വിചാരിച്ച പോലെയൊന്നും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല ബിക്കോസ് കുറേ എക്സാംസ് ഉണ്ട്. എൻ്റെ ബർത്ത്ഡേയുടെ തൊട്ട് തലേ ദിവസം, അതായത് December 10th നമ്മുടെ ദിയയുടെയും ബർത്ത്ഡേ, ഓളതും 18th ആണ്. അതുകൊണ്ട് തന്നെ ഈ ബർത്ത്ഡേക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി വേണ്ടത് ഞങ്ങൾ വിചാരിച്ചു എല്ലാപ്പോഴും നമ്മൾ പുതിയ ഫോട്ടോ എടുത്തിട്ട് ബർത്ത്ഡേക്ക് സ്റ്റോറി ഇടും. അങ്ങനെയല്ല, ഇപ്രാവശ്യം നമ്മൾ ബർത്ത്ഡേക്കായിട്ട് ഫോട്ടോ എടുക്കാൻ പോകും. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ച് പെട്ടെന്ന് റെഡി ആയി നമ്മൾ തമനൻ്റെ അടുക്ക് പോകാമെന്ന് വിചാരിക്കും. ആക്ച്വലി തമനൻ്റെ വീട് ഇൻ്റെ അടുത്താണ്, ബട്ട് ദിയൊക്കെ കുറച്ച് ദൂരം നിന്ന് വരുന്നതുകൊണ്ട് നമുക്കുള്ള വെയിറ്റ് ആണ്. ഈ അടുത്ത പ്ലോട്ട് ട്വിസ്റ്റ്, ആക്ച്വലി ഇത് 2025 വീഡിയോ ആണ്, പക്ഷെ നമ്മൾ ഇടാൻ കുറച്ചധികം ലേറ്റ്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഗൈസ്, കാരണം ഡിസംബർ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പ്ലസ് ടുക്കാർക്ക് നിൽക്കാൻ ഒഴിവില്ല. ക്രിസ്മസ് എക്സാം, അത് കഴിഞ്ഞാൽ ലാബ് മോഡൽ, ലാബ് പബ്ലിക്, പിന്നെ തിയറി മോഡൽ, പിന്നെ തിയറി പബ്ലിക്. ഇപ്പോഴാണ് ഒന്ന് ശ്വാസം വിട്ടത്. ബാക്കി വെക്കാൻ പിന്നെ ഫുൾ നമ്മൾ തമിഴ്നാടോടെ ആയിരുന്നു. കാരണം ഇറങ്ങുമ്പോൾ വിളിക്കണമെന്ന് പറഞ്ഞ മുതൽ എന്നോട് ബസ് കയറി ഇവിടെ എത്താനാകുമ്പോഴാണ് എന്നെ വിളിച്ച് പറഞ്ഞത് തന്നെ അവിടെ എത്തിയെന്ന്. ഞാനും വിചാരിച്ചപ്പോൾ ഇത്ര പെട്ടെന്ന് ബർത്ത്ഡേ കഴിഞ്ഞു. പിന്നെ എന്നെ മനസ്സിലായി ഇതിൻ്റെ കുട്ടി കോസ്റ്റ്യൂം പോലും ഇടാതെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഫുള്ള് തമിഴ്നാടോടാണ് മാറ്റിയിരിക്കുന്നത്. പഠിച്ചോനെ ബ്ലഷ് അല്ലേ അടുത്ത് ചുണ്ടുമ്പോൾ തേക്കുന്നത്. അറ്റ് ലാസ്റ്റ് ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. ആക്ച്വലി എനിക്ക് ഈ ഫിറ്റ് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഒരിക്കലും എക്സ്പെക്ട് പ്രീ പ്ലാൻ ഒന്നും ചെയ്യാത്തൊരു ഫിറ്റ് ആയിരുന്നു. ഇതിൻ്റെ പുതിയ ഡ്രസ്സും കൂടിയല്ല, എൻ്റെ അടുത്തുണ്ടായിരുന്ന 3 സാധനങ്ങൾ വെച്ച് ഞാൻ സ്റ്റൈൽ ചെയ്തതാണ്. അപ്പം അങ്ങനെ നമ്മൾ രണ്ടാളും ഒരുങ്ങിക്കഴിഞ്ഞു. ആ സ്പെക്സ് ഞാൻ പിന്നീട് വെച്ചില്ല കേട്ടോ ഫോട്ടോ എടുക്കാൻ, കാരണം എനിക്കതെന്തോ ഒരു എക്സ്ട്രാ ആയിട്ട് തോന്നി. എനിവേ, ഇതാണ് ദിയുടെ ഔട്ട്ഫിറ്റ്. അപ്പം ഞാൻ തമിഴ്നാൻ്റെ കൂടെ എന്തൊക്കെയോ സ്ഥലം ഉണ്ടോയെന്നും പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകുവാനിതാ ഇവനും ഉണ്ട് നമ്മളെ കൂടെ. നമ്മളെന്താ ഫോട്ടോ എടുക്കാൻ പോവുക? സത്യം പറഞ്ഞാൽ ഇത്രയും അടുത്തായിട്ട് കൂടി ഞാൻ തമിഴ്നാൻ്റെ വീട്ടിലേക്ക് ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അപ്പോൾ ഇവിടെ പച്ചപ്പൂ ഹരിതാപ്പൊക്കെയാണ്. പക്ഷേ ആക്ച്വലി ഞങ്ങൾക്ക് അതല്ല വേണ്ടത്. അപ്പം ഞങ്ങൾ അത് തരം നടക്കുന്നു. അതിൻ്റെ ഇടയിൽ തമിഴ് രോദനങ്ങൾ പറയായിരുന്നു. ഈ വാസന സൈസിലാണ് മണ്ടയുടെ കരക്കിലൊന്നും ശ്രദ്ധിക്കില്ല. അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമുക്ക് 2-3 ഫോട്ടോ ഒക്കെ നല്ലത് കിട്ടി. ആക്ച്വലി കുറേ ഫോട്ടോ എടുത്തിരുന്നു, ബട്ട് നമുക്ക് 2-3 ഫോട്ടോസേ ഇഷ്ടമായുള്ളൂ. ഗൈസ്, തമിഴ്നാട് അങ്ങനെ കാണിക്കുന്നത് അങ്ങനെ തിണ്ടി ക്ഷീണിച്ച് വന്നാൽ നമുക്ക് തമിഴ്നാട് നല്ല ജ്യൂസും സ്നാക്സും തന്നു. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോയി പേരെ കയറണ്ടേ. ദിയാ ഇപ്പൊ കണ്ട 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാന്നല്ലേ പറയുള്ളൂ. ആരെയും പറയോ ഗൈസ് ഈ കുട്ടി +2 പഠിക്കുന്ന ഒരു കുട്ടിയാന്ന് പറഞ്ഞാൽ ആരെയും വിശ്വസിക്കും. അപ്പോൾ ഗൈസ്, ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.